കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ യൗവനക്കാരെ, പ്രത്യേകാൽ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഡേവിഡ് ലിവിങ്സ്റ്റനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്കയിൽ സത്യസുവിശേഷവുമായി കടന്നു ചെന്ന ഒരു വിദേശ മിഷണറിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺവൊക്കേഷൻ സമയത്ത്, തനിക്ക് ആ പദവി കിട്ടുന്ന സമയത്ത് ആഫ്രിക്കയിലേക്ക് മിഷണറിമാരായി പോകാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സഭാ നേതൃത്വം ചോദിച്ചപ്പോൾ ഒന്നും ഓർക്കാതെ എല്ലാം വിട്ട് ആ പരിഷ്കാരവും സംസ്കാരവും ഇല്ലാത്ത ആഫ്രിക്കയുടെ മണ്ണിൽ സുവിശേഷം അറിയിക്കുവാൻ, ഇരുണ്ട ഭൂഖണ്ഡത്തിൽ വെളിച്ചമാകുന്ന സുവിശേഷം പരത്തുവാൻ ഇറങ്ങി പുറപ്പെട്ടയാളായിരുന്നു ഡേവിഡ് ലിവിങ്സ്റ്റൺ. അദ്ദേഹവും അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ആഫ്രിക്കയുടെ മണ്ണിൽ തന്നെ മരിച്ചു. പക്ഷേ നിങ്ങൾക്കറിയാമോ, അദ്ദേഹം പകർന്നു കൊടുത്ത സുവിശേഷ വചനങ്ങൾ ഇന്നും അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അതേ, സുവിശേഷകർ മരിക്കും, ദൈവദാസന്മാർ മരിക്കും, ദൈവവേലക്കാർ മരിക്കും, പക്ഷെ മരിക്കാത്തതാണ് സുവിശേഷം. ആ സുവിശേഷം നിങ്ങൾക്ക് പ്രകാശം നൽകും. കർത്താവിന് സ്തോത്രം. നാം കുറച്ച് ദിവസങ്ങളായി അന്ധകാരത്തെക്കുറിച്ചും അന്ധകാരം ഉണ്ടാക്കുന്ന ദുഷ്ടപിശാചിനെക്കുറിച്ചും അന്ധകാരം മാറ്റുന്ന ക്രിസ്തുവിനെക്കുറിച്ചും വെളിച്ചമാവുന്ന ക്രിസ്തുവിനെക്കുറിച്ചെല്ലാം നാം പഠിച്ചു വരികയായിരുന്നു. അതേ, സുവിശേഷം പ്രകാശം നൽകുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു. ഐ എം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ വെളിച്ചം. ഒരാൾ എന്നെ അനുഗമിച്ചാൽ, എൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ, അവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. എങ്ങനെ നമുക്ക് ജീവന്റെ വെളിച്ചത്തിൽ നടക്കാൻ പറ്റും? മറ്റൊന്ന് ചെയ്യേണ്ട പ്രിയരെ, ഒരാത്മീയ ജീവിതം, സൗഭാഗ്യമുള്ള ജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നാം മറ്റൊന്നും ചെയ്യണ്ട. പ്രകാശമാകുന്ന ക്രിസ്തുവിനെ അനുഗമിച്ചാൽ മതി, ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചാൽ മതി, ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിച്ചാൽ മതി. അത് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ശോധന ചെയ്യൂ. നാം ഏത് വഴിയിലൂടെയാണ് പോകുന്നത്? നാം ഏത് പാതയിലൂടെയാണ് പോകുന്നത്? ഏത് പ്രമാണം വഴിയാണ് പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രമാണമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്ഠയുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാത കാണിച്ചു തരുവാൻ ഏതെങ്കിലും മാർഗം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ കറപറ്റാതെ, ഇരുൾ പറ്റാതെ, ഇരുളിൻ്റെ അധികാരിയായ പിശാച് നമ്മുടെ മേൽ വ്യാപരിക്കാതിരിക്കാൻ നമ്മെ വഴികാട്ടുന്നതാണ് തിരുവചനം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. യേശുവിന് അതേ പറയാനുള്ളൂ. പിന്നെയും യേശുവിന് പിന്നെയും അതേ പറയാനുള്ളൂ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, വെളിച്ചം തരുന്നവർ പലരില്ല, ഒരുവനേ ഉള്ളൂ. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. വെളിച്ചം ലഭിക്കാൻ നിങ്ങൾ പല വാതിൽ മുട്ടിയിട്ട് കാര്യമില്ല. ഒരു വഴിയേ ഉള്ളൂ, ഒരു വാതിലേ ഉള്ളൂ, ഒരു വ്യക്തിയേ ഉള്ളൂ, യേശു ക്രിസ്തു. സ്തോത്രം. യേശു വെളിച്ചമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാവുന്ന യേശു പറഞ്ഞു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. നാം യേശുവിൽ വ്യക്തിപരമായി വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിക്കണം. യേശു എൻ്റെ ദൈവമാണ്. യേശു ഏകസത്യ ദൈവമാണ്. യേശുവാണ് കാൽവറിയിൽ എനിക്ക് വേണ്ടി മരിച്ചത്. യേശുവാണ് ഏക മധ്യസ്ഥൻ. പിതാവിനും സ്വർഗീയ പിതാവിനും വിശുദ്ധനായ പിതാവിനും സ്വർഗീയ പിതാവാം ദൈവത്തിനും പാപിയായ മനുഷ്യനുമിടയിൽ ദൈവസനയിൽ മധ്യസ്ഥ വഹിക്കുന്ന ഒരുവനാണ് യേശുക്രിസ്തു. ഒരുവനേ ഉള്ളൂ, അവനാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. യേശു എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? യേശുവിൽ വിശ്വസിക്കുന്ന ആരും ഇരുളിൽ നടക്കാതിരിപ്പാൻ. അതേ, നമ്മെ ഇരുളിൻ്റെ അന്ധകാരത്തിൻ്റെ പിശാചിൻ്റെ ആ പിടുത്തത്തിൽ നിന്നും നമ്മെ നിത്യപ്രകാശമാകുന്ന
വെളിച്ചത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ക്രിസ്തു തന്നെ ഭൂമിയിലേക്ക് വന്നു. ക്രിസ്തു തന്നെ വന്നു. സ്വർഗസീമകൾ വിട്ട് യേശു ഭൂമിയിലേക്ക് വന്നു. യേശു ക്രൂശിൽ കയറി, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു സ്വർഗാരോഹണം ചെയ്തു. യേശു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ തൻ്റെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ തൻ്റെ തിരക്തം കാണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. ഈ യേശുവിന് നിങ്ങൾക്ക് പരിചയമുണ്ടോ പ്രിയരെ? അനേകർക്ക് മറ്റെല്ലാവരെയും പരിചയമുണ്ട്, വിശുദ്ധന്മാരെ പരിചയമുണ്ട്, പല പല തീർത്ഥാടന കേന്ദ്രങ്ങൾ പരിചയമുണ്ട്, വഴിപാടുകളെ കുറിച്ചറിയാം, നേർച്ചകളെ കുറിച്ചറിയാം. പക്ഷെ യേശുവിനെ കുറിച്ച് അറിയാൻ പാടില്ല. മോനെ, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും യേശുവിനെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ നീ ആഴത്തിൽ മുങ്ങിപ്പോകും. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരിക്കൽ ഒരു വലിയ പണ്ഡിതനും ഒരു പാവപ്പെട്ട മനുഷ്യനും കൂടി വഞ്ചിയിൽ ഇക്കരെ നിന്ന് അക്കരയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവരെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വഞ്ചിയുടെ സൈഡിലിതാ ഒരു ദ്വാരം. ആ ദ്വാരത്തിലൂടെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കയറുന്നു. ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, ആ പണ്ഡിതനായ മനുഷ്യനോട് ചോദിച്ചു, അങ്ങേക്ക് നീന്തൽ അറിയാമോ? അയ്യോ, എനിക്ക് നീന്തൽ അറിയില്ല, ബാക്കിയെല്ലാം അറിയാം, നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്, ഞാൻ പണ്ഡിതനാണ്, ഞാൻ പണക്കാരനാണ്, ഞാൻ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, കഷ്ടം, പാവം, എന്തെല്ലാം ഉണ്ടായിട്ടും നീന്തൽ അറിയാൻ പാടില്ല. എന്ത് സംഭവിച്ചു? ആ പാവപ്പെട്ട മനുഷ്യൻ, അവന് നീന്തൽ അറിയാമായിരുന്നു. അവന് ആ വെള്ളത്തിൽ ചാടി അവൻ നീന്തി അക്കരെ കടന്നു. പക്ഷേ ആ ബുദ്ധിമാനും ആ പണ്ഡിതനെന്ന് തന്നെ കുറിച്ച് തന്നെ അഭിപ്രായപ്പെട്ടിരുന്ന മനുഷ്യൻ നീന്തൽ അറിയാൻ കഴിയാത്തതുകൊണ്ട് ആ പെരുവെള്ളത്തിൽ മുങ്ങി മരിച്ചു. ഞാനൊരു ചെറിയ ഉദാഹരണം എന്നറിയാമോ? ഈ ലോകവാരുതിയിൽ നിങ്ങൾ മുങ്ങി തകരാതിരിക്കാൻ, നിത്യന്യായവിധിയിൽ നിങ്ങൾ മുങ്ങി തകരാതിരിപ്പാൻ, നിങ്ങളെ രക്ഷിക്കുന്ന ക്രിസ്തുവിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കുക. ആ നിത്യന്യായവിധിയിൽ നിന്ന് കരകയറുവാൻ നിങ്ങൾ പഠിക്കണം പ്രിയരെ, മനസ്സിലാക്കണം പ്രിയരെ. ഈ ഭൂമിയിൽ എന്തെല്ലാം നിങ്ങൾ പഠിച്ചാലും നിത്യന്യായവിധിയിൽ നമ്മെ രക്ഷിക്കുവാൻ, അന്ധകാരത്തിന്റെ പ്രവൃത്തിയിൽ നമ്മെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശു ക്രിസ്തു, എൻ്റെ യേശു. അതേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായ യേശു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഈ അന്ധകാരമുള്ള ലോകത്തിൽ, ഈ കാപട്യമുള്ള ലോകത്തിൽ, പീഡനങ്ങളും വെറുപ്പുകളുമുള്ള ഈ ലോകത്തിൽ, ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുമുള്ള ഈ ലോകത്തിലേക്ക് യേശു വന്നു. യേശു പ്രകാശം പരത്തിക്കൊണ്ട് യേശു അനേക സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. തൻ്റെ പ്രകാശത്തിന്റെ വചനം വിളമ്പിക്കൊടുത്തുകൊണ്ട്, പ്രകാശത്തിന്റെ വചനം പകർന്നു കൊടുത്തുകൊണ്ട് യേശു അങ്ങോളം ഇങ്ങോളം നടന്നു. പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ നിങ്ങൾക്ക് വേണമോ? യേശുവിനെ കൈക്കൊണ്ടാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ, യേശുവിനെ നിങ്ങളുടെ ജീവിതം വേർതിരിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടും, അന്ധകാരങ്ങൾ മാറും, വ്യക്തി ജീവിതത്തിൽ നിന്ന് മാറും, നിരാശകൾ മാറും, കുടുംബ സ്വർഗമായി തീരും. നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വരും പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വരും. നിങ്ങളും പ്രത്യാശയുള്ളവരായി, ഓ എന്നെ തമസിൽ നിന്ന് വിടുവിച്ച എൻ്റെ കർത്താവേ, അങ്ങേക്ക് സ്തുതി എന്ന് പറഞ്ഞ് ഈ പ്രകാശത്തിലിരുന്നുകൊണ്ട് കർത്താവിനെ സ്തുതിപ്പാനിടയാകും. കർത്താവ് പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എന്നാൽ തിരിച്ച് കർത്താവ് തൻ്റെ പ്രിയമക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ക്രിസ്തുവിലുള്ള പ്രകാശം നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തിട്ട് ലോകത്തിന് പ്രകാശം കൊടുക്കുന്നവരായി നാം തീരണമെന്നാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രകാശമാകുന്ന ക്രിസ്തുവിനെ നാം സ്വീകരിച്ച് നാം പ്രകാശമുള്ളവരാകുക, ഒന്നാമത്. അതിനുശേഷം അനേകരെ പ്രകാശത്തിലേക്ക് നടത്തുന്ന പ്രകാശ ദീപങ്ങളായി തീരുക, ദീപസ്തംഭങ്ങളായി തീരുക. എന്തൊരു സൗഭാഗ്യമാണത്! ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നുമെന്നും പ്രകാശിക്കും. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു. നമ്മിൽ ഈ ക്രിസ്തുവിൻ്റെ പ്രകാശം വന്നാൽ അനേകം അന്ധകാരത്തിൽ കിടക്കുന്നവര്, എത്രയോ ആളുകൾ നാമധേയ ക്രിസ്ത്യാനിത്വം വഹിച്ചുകൊണ്ട് ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന എത്രയോ ആളുകൾ, എന്നാൽ ഹൃദയത്തിൽ ഇരുട്ടാണ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികളാണ്. മദ്യപാനവുമുണ്ട്, മറ്റ് ആത്മീയ പ്രസ്ഥാനവുമുണ്ട്, ജീവിതത്തിൽ പാപമുണ്ട്, തിന്മയുമുണ്ട്, എന്നാൽ ആ കൂടെ ഒരു ആത്മീയവുമുണ്ട്. ഞാനും സ്വർഗത്തിൽ പോകുമെന്ന് കരുതി അനേകായിരങ്ങൾ നിത്യനാശത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ?
നിങ്ങൾ സ്വർഗരാജ്യത്തിൽ എത്തണ്ടേ? നിങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശം കിട്ടണ്ടേ? നിങ്ങൾക്ക് നിത്യപ്രകാശമാവുന്ന ആ ക്രിസ്തുവിനെ കാണണ്ടേ? ക്രിസ്തുവിനോടൊത്ത് ജീവിക്കണ്ടേ? നിങ്ങൾക്കും സൗഭാഗ്യമുള്ളൊരു ജീവിതം ലഭിക്കണ്ടേ പ്രിയരെ? മറ്റൊന്നും ചെയ്താൽ കിട്ടുകയില്ല. ഈ പ്രകാശമാവുന്ന ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഓരോരുത്തർ വ്യക്തിപരമായി സ്വീകരിക്കുക. യേശുവിനെ കൈക്കൊണ്ട്, ഈ പ്രകാശമാവുന്ന യേശുവിനെ കൈക്കൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ പ്രകാശമാകുന്ന ദൈവത്തിൻ്റെ മക്കളായി തീരാം. അതിന് അധികാരം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തു പറയുന്നു? നിങ്ങൾക്ക് അന്ധകാരം വേണമോ പ്രകാശം വേണമോ? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നാഥ, എനിക്ക് അന്ധകാരം വേണ്ട, അന്ധകാരത്തിൻ്റെ പിതാവായ പിശാചിനെ വേണ്ട, എനിക്ക് ഈ ലോകമോഹങ്ങളല്ല വേണ്ടത്, പാപത്തിൻ്റെ രസങ്ങളും സുഖങ്ങളും അല്ല വേണ്ടത്. എൻ്റെ യേശു പ്രകാശമാകുന്ന എൻ്റെ യേശു എൻ്റെ ഹൃദയത്തിൽ വരണം. എനിക്ക് പ്രകാശത്തിൻ്റെ രാജ്യത്തിലെത്തി പ്രകാശത്തിലിരുന്നുകൊണ്ട് എൻ്റെ യേശുവിനെ സ്തുതിക്കണം. അതാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥന, അതാകട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നിങ്ങൾ ലക്ഷ്യമിട്ടാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. ഏത് സമയത്ത് ഈ ഭൂമിയിൽ മാറ്റപ്പെട്ടാലും കർത്താവിൻ്റെ രാജ്യത്തിലേക്ക്, ആ പ്രകാശത്തിൻ്റെ പർദീസയിലേക്ക് ഇത് എടുക്കപ്പെടാനിടയാകും. ഞങ്ങൾക്കൊരു ഉദ്ദേശമുള്ളൂ. ഈ ശുശ്രൂഷ നടത്തുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തണം. നിങ്ങളെല്ലാവരും നിത്യജീവൻ്റെ അവകാശികളാകണം. നിങ്ങളെല്ലാവരും അന്ധകാരത്തോട് യാത്ര പറഞ്ഞ് യേശുവാകുന്ന പ്രകാശത്തിലേക്ക് വന്ന് പ്രകാശമായി നമ്മളും തീർന്ന് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി തീരണം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒത്തൊരുമിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രാർത്ഥന കേൾക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.